ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു കുഞ്ഞുകുട്ടി വ്ളോഗും അതേപോലെ ഇവിടെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഐറ്റംസും അതിൽ ചില ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തന്നാലോ. അപ്പോൾ വീഡിയോസ് ലാസ്റ്റ് വരേക്കും കാണാം. അപ്പം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പം ലാസ്റ്റ് വരേക്കും എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് VJP മെറൈൻ കിങ്ഡം എന്ന് പറഞ്ഞ ചെന്നൈയിലെ ഏറ്റവും ഫേമസ് ആയ അക്വേറിയങ്ങളിൽ ഒന്നാണ് കേട്ടോ. അപ്പം അവിടെയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ബാക്കി വീഡിയോസിലോട്ട് പോവാൻ നിങ്ങൾ കണ്ട എൻജോയ് ചെയ്യുക, ലാസ്റ്റ് വരേക്കും കാണാം. അപ്പം ഗിവ് അവേയുടെ എന്തൊക്കെയാ റൂൾസ് എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻ, തണൽ അക്വേറിയം. അപ്പൊ ഇപ്പൊ നമ്മൾ അണ്ടർ വാട്ടറിലെ തണലാണ് ഉള്ളത്. മുകളിൽ ഷാർക്കും വിവിധ മത്സ്യങ്ങളെ ഇങ്ങനെ നീന്തി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നീന്തി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൈഫിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര അടുത്ത് ഇങ്ങനെ ഷാർക്കിനെയും തിമിംഗലത്തെയൊക്കെ കാണാൻ പറ്റുമെന്ന്. തിമിംഗലം ഉണ്ടോ അറിയില്ല, എങ്കിലും നിങ്ങളെ നോക്കി നോക്കാം.
അപ്പം ഇതാണ് ഇവരുടെ ഷോപ്പിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള, അതായത് കടൽ തീമിന്റെ എല്ലാ ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. സ്രാവ് ആണെങ്കിലും ഷാർക്ക്, വലിയ മീന്, തിമിങ്ങൽ, തിന്നത്ത്, ആ മീനിന്റെ ജെല്ലി ഫിഷ്, ഇതെല്ലാം ആണ് ഇവിടെ ഉള്ളത്. അതേപോലെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബാഗ്, കീ ചെയിൻസ്, അങ്ങനത്തെ സെക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തത്. പക്ഷേ വേറൊരു കാര്യം, ഇവിടെ വരുന്നവർ നോക്കി അവരോട് കൗണ്ടറിൽ പോയിട്ട് പ്രൈസ് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. കാരണം ഇതിലൊന്നിലും പ്രൈസ് ടാഗ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം കൂടെ വാരി എടുത്തിട്ട് അവിടെ കൊണ്ട് ചെല്ലുമ്പം അവർ 8,000 9,000 ഒക്കെയാണ് ബില്ല് പറയുന്നത്. കാരണം ചെറിയ ചെറിയ സാധനത്തിന് കൂടി തന്നെ ഭയങ്കര പ്രൈസ് പറയുന്നത്. ആ ഒരു കുഞ്ഞ് ഡയറിക്ക് തന്നെ 600 രൂപ, കീ ചെയിൻ 300, 250 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കീ ചെയിൻ ഓക്കെ അഫോർഡബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. വാട്ടർ ബോട്ടിലെല്ലാം 600 രൂപ, 400 രൂപ, 800 രൂപ, അതൊക്കെ വർത്താണോ ചോദിച്ചാൽ വರ್ತല്ല. അപ്പം നിങ്ങൾ പ്രൈസ് ഒക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. അത് നിങ്ങൾ ഇനി നെക്സ്റ്റ് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എവിടെ ആണെങ്കിലും പ്രൈസ് ടാഗ് ഇല്ലാത്ത ഒരു ഷോപ്പിലാണെങ്കിൽ ടാഗ് അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പോയി ചോദിച്ചിട്ട് അത് വാങ്ങിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വാങ്ങി കുറച്ച് ഐറ്റംസ് കാണിക്കാം. അപ്പോൾ വേറൊന്നുമല്ല, ഒരു പേസ്റ്റൽ ബ്ലൂ ആൻഡ് ബ്രൗൺ കളറിലെ 2 ബാഗാണ്. നല്ല ക്യൂട്ടാണ് ആ ബാഗ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് അധികമാണ്. കാരണം അതിൽ പ്രൈസ് ടാഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് അധികം കാശ് അവർ വാങ്ങിയിട്ടുണ്ട്. എന്തിനാ ഇത്ര കാശ് വാങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷേ കാണാൻ അതിൽ ടച്ച് ചെയ്യാനും ഇടാനും നല്ല ക്യൂട്ടാണ്, എസ്തറ്റിക് വൈബാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സിനമോറൽ കാർട്ടൂൺസിൻ്റെയും ഒന്ന് ലബൂബയുടെയും ബാഗായിരുന്നു കേട്ടോ അത്. പിന്നെ രണ്ടാമത് ഫ്രോസൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി. ആ വാട്ടർ ബോട്ടിലിന് എന്തോ 600 രൂപയാണ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്താ പറയുക, ക്യൂട്ട് ഡയറീസ്, ആ ഡയറി ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഡയറിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് ടാഗ് ഉണ്ടായിരുന്നത്. അതിൽ 600 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ എന്ന് വിചാരിച്ചു. ഉള്ളിൽ ഭയങ്കര ജേർണലിൻ്റെ ആ ഒരു തീമിലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. വെളിയിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു, ലോക്ക് ഉണ്ടായിരുന്നു, കളർ തീമൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ വിചാരിച്ചു ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ഉള്ളിൽ ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. ആ പൈസക്ക് ഓർത്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഓർത്തല്ല. അങ്ങനെ 2 ക്യൂട്ട് ഡയറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് ആമീനെ വാങ്ങിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ആ കടൽ തീമിൻ്റെ ഐറ്റംസ് മാത്രമാണ് അവിടെ ഉള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ലേ. അപ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കളറിംഗ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മെർമെഡിൻ്റെ ഒരു കളറിംഗ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ സ്ക്രാച്ച് ചെയ്യുന്നതും ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ കളറിംഗ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് സെക്ഷൻ ഉണ്ട്. അതിൽ തന്നെ കളർ പെൻസിലും ഒരു സ്റ്റിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്ക്രാച്ച് ചെയ്യാനും കളറിംഗ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയ ഐറ്റംസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതാണ് ഈ ഒരു വാട്ടർ ബോട്ടിലും ഈ ഒരു ഡയറീസും ഈ ക്യൂട്ടായിട്ടുള്ള യൂണിക്കോണിൻ്റെ കീ ചെയിനും. ഇതെല്ലാം ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 3 പേർക്ക് കൊടുത്താൽ 3 പേര് ഹാപ്പി ആവില്ലേ. അപ്പം ഒന്നിന് പകരം 3 ആക്കി, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ലാസ്റ്റ് വരേക്കും കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡണ്ണെന്ന് കമൻറ്റ് ചെയ്യുക. ഒരാൾക്ക് ഒരു കമൻറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ.